നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പൊട്ടറ്റോയും ചിക്കനും കൊണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, അതില്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായി നുറുക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസും കൂടെ ഇതിലേക്ക് ചേർത്ത് ഈ മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നാൽ നമ്മുടെ ചിക്കൻ്റെ പീസസിലെല്ലാം നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ടൊമാറ്റോ പ്യൂരി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത 3 തക്കാളി ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം ഇത് പീൽ ചെയ്ത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട, നന്നായിട്ട് അരച്ചെടുക്കാം. നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ ചൂടായ ഒലിവ് ഓയിലിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം 1 സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ആഡാക്കി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് എരിവിനായി 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തു. പിന്നെ വേണ്ടത് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തു കേട്ടോ. അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ക്യാപ്സിക്കം, വെളുത്തുള്ളി, സവാള ഒക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ തീയിൽ വെച്ചിട്ട് മസാലയ്ക്ക് ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടന്റൊക്കെ മാറി എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വന്ന ഈ ഒരു പാകമായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പും മധുരമൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇറ്റാലിയൻ സ്പൈസസ് കയ്യിലുണ്ടെങ്കിൽ, അതായത് തൈം, ബാസിൽ, ഒറിഗാനോ, ഇത് 3 ഞാൻ എടുത്തത് കേട്ടോ. ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി എടുത്തിട്ട് ഓരോന്നുള്ള എടുത്ത് കൈ കൊണ്ടൊന്ന് തിരുമിയതിന് ശേഷം നമുക്കിത് ഇതും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസിന് നമ്മുടെ പിസ്സ സോസിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത്. നമുക്ക് ഈ സോസൊക്കെ തയ്യാറാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നെങ്കിൽ കെച്ചപ്പ് എടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മോസറല്ല ചീസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ സോസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കും. ഇനി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അത് പൊട്ടിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തത് 2 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ നിട്ടതിന് ശേഷം ഉപ്പിട്ട് മാറ്റി വെച്ച് തണുത്തപ്പോൾ ഫ്രീസറിൽ വെച്ചിരുന്ന പൊട്ടറ്റോയാണ് ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത്, ഞാനൊരു ഡബ്ബയ്ക്കകത്തേക്ക് ഒരു 1/4 കപ്പ് മൈദ, 1 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ളു ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ ടിന്നിനകത്തിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആയി കിട്ടും കേട്ടോ. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത ചിക്കൻ പീസസ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ പോപ്കോൺ ഒക്കെ അല്ലേ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. കണ്ടോ ഇതുപോലെ. ഇത് നമുക്ക് നേരത്തെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഓയിലിൽ തന്നെ, പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ തന്നെ ചിക്കനും നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ 2 സൈഡും മൊരിഞ്ഞ് വരുന്നത് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം തന്നെ പൊരിച്ച് മാറ്റി വെക്കാം. അടിയിൽ അടി കട്ടിയുള്ള ഒരു തവ വച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ചു. പാൻ നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഫ്രഞ്ച് ഫ്രൈസില്ലേ അതിട്ടു. പിന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നമുക്ക് കെച്ചപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഈ ഒരു സോസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും എല്ലാം നന്നായിട്ട് നിരത്തി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ചീസ് ഇടണം. മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചീസ് ഇട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ക്യാപ്സിക്കം, ടൊമാറ്റോ, സവാള എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അതുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ ചീസ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് ആവശ്യമായിട്ടുള്ള ക്രഷ്ഡ് ചില്ലി, ചതച്ച വറ്റൽമുളക് കുറച്ച് ചേർത്തു. പിന്നെ ഒരൽപ്പം ഒറിഗാനോ കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ച് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ, അതായത് ചീസ് നന്നായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ലോഡഡ് ഫ്രൈസ്, പൊട്ടറ്റോ ലോഡഡ് ഫ്രൈസ് ആണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.